ഭാഗ്യം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഹൈറ്റിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീടും എനിക്ക് ആരും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ പുഴയുണ്ടായതും ഒരു ഭാഗ്യം. അവിടെ കുറേ മണ്ണ് അവിടെ അടിഞ്ഞു, അങ്ങനെ ആ ഫോഴ്സൊക്കെ കുറഞ്ഞു. അതുപോലെ ഈ നമ്മുടെ തൊട്ടടുത്തൊരു റിലാക്സ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ വരെ വന്നു, അവിടെ നിന്നു. അത് അല്ലെങ്കിൽ ഇപ്പോൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. CCTV വലിയൊരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അന്ന് എന്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്? സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയതായിരുന്നു, ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന്. അങ്ങനെ കൊടുവള്ളി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിന് മറ്റ് ആളുകളെയും വിളിച്ച് പറയണം. അപ്പം തന്നെ ഞാൻ കളക്ടറേറ്റിലേക്ക് വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ ഉമ്മാക്ക് ഫോൺ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണിത് പിന്നെ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ടത്. അങ്ങനെ കേട്ട് അവൾ ഒന്ന് പുറത്തിറങ്ങി നോക്കി. അപ്പോൾ മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരിത് ലൈവായിട്ട് ഇത് പൊട്ടി വരുന്നത് കണ്ടപ്പോൾ ആകെ പാനിക്കായി. അവളിപ്പോൾ ഒരു വലിയൊരു മാനസികമായിട്ടുള്ള പ്രയാസത്തിലാണ്, ലൈവായിട്ട് കണ്ടല്ലോ. പിന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഹൈറ്റിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീടും എനിക്ക് ആരും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ പുഴയുണ്ടായതും ഒരു ഭാഗ്യം. അവിടെ കുറേ മണ്ണ് അവിടെ അടിഞ്ഞു, അങ്ങനെ ആ ഫോഴ്സൊക്കെ കുറഞ്ഞു. അതുപോലെ ഈ നമ്മുടെ തൊട്ടടുത്തൊരു റിലാക്സ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ വരെ വന്നു, അവിടെ നിന്നു. അത് അല്ലെങ്കിൽ ഇപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. CCTV കണ്ട ലോറി ഒഴുകിയെത്തിയ സ്ഥലത്തിന് തൊട്ട് സമീപത്തായിരുന്നല്ലോ വീട്? അതെ, അതിൻ്റെ തൊട്ടടുത്താണ്. ഇതാണ് വീട്. ഹോട്ടലായിട്ട് ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ ആ ലോറി അവിടെ തടഞ്ഞു നിന്നുകൊണ്ട് ഹോട്ടലിലേക്കൊന്നും പോയില്ല. അവിടെ കുറേ ജീവനക്കാരുള്ളതാണ്. അപ്പോൾ വലിയൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. നിങ്ങളുടെ ഇവിടെ നിന്നും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ? ഈ അപകടം നടന്നതിന് ശേഷം പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ മാറിയതാണ്. എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ അളിയൻ വന്നിട്ട് അവിടെ കൊണ്ടുപോയി. ഉപ്പയമ്മയും സിസ്റ്റർ വീട്ടിലും ഇപ്പോൾ ബ്രദറുടെ വീട്ടിലൊക്കെ ആയിട്ട് അവിടെ സേഫായിട്ടുണ്ട്. ഭാഗ്യം ഇവിടേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ ഈ പ്രദേശവാസികളൊക്കെ? ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ ഒരു അപകട മേഖല ആയിട്ട് നേരത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സൂചന നൽകേണ്ടതായിരുന്നല്ലോ, അങ്ങനെ അപകടം വരും, നിങ്ങൾ മാറി താമസിക്കണം, അങ്ങനെയൊന്നും ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഈ തുരങ്കപാതേൻ്റെ അവിടെ കുറച്ച് മണ്ണ് കൂട്ടി ഇട്ടിച്ചിരുന്നു, അതൊന്നും അവിടുത്തെ അങ്ങനെ തന്നെ ഉണ്ട്, അവിടെ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ കുറച്ച് ഇപ്പുറം ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്.